പുരുഷന്മാരാകെ 12 പേരായിരുന്നു. അപ്പൊ ഇവരെത്ര പേരുണ്ടായിരുന്നു? 12. അപ്പൊ നോക്കാം. അപ്പൊ ഇന്നലെ ഞാൻ സ്നാനമായിട്ടാണ്, ശിശു സ്നാനം എന്നും ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇന്നിനെയും ഈ സ്നാനത്തിലേക്ക് വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അത് എന്താണ് ഈ നിയമത്തിന് വിരുദ്ധമാണ്. കാരണം പൗലോസ് പറഞ്ഞു നമ്മൾ എന്തിനു വേണ്ടി സ്നാനം വെക്കണം? അത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ എന്നുള്ള വ്യക്തത കിട്ടിയിട്ട് വേണം സ്നാനം വെക്കാൻ. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അല്ല നാളുടെ നിർബന്ധത്തല്ല. ഇപ്പോൾ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ വല്യപ്പനോ അപ്പനോ കൂട്ടർക്ക് അവനെ അങ്ങോട്ട് കൊടുക്കുക, അവനിത് അറിയുന്നില്ല. ഇവിടെ സ്നാനപ്പെടുത്തുക, ഇവിടെ സ്നാനപ്പെടുക, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ അത് സുവിശേഷം അറിഞ്ഞിട്ട് വേണം സ്നാനം വെക്കാൻ. എന്നിട്ട് മാനസാന്തരപ്പെടുന്നത്, എനിക്ക് ഇവനോട് കൂടി ജീവിക്കണം, ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇവൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ മരിച്ചത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം എനിക്ക് ക്രിസ്തുവിനായിട്ട് കൊടുക്കുക. അങ്ങനെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് വേണം സ്നാനം വെക്കാൻ. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. അപ്പൊ മുമ്പേ അവർ സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലല്ലോ. പക്ഷെ വിശ്വസിച്ച് സ്നാനമേറ്റപ്പോൾ അപ്പോസ്തലന്മാർ കൈയോടെ വെച്ചു. അപ്പോഴെന്താണ്? അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം